ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ഒരു ചിക്കൻ എങ്ങനെയാണ് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ സ്കിന്നിൻ്റെ ലെഗിന് സൈഡിലുള്ള സ്കിന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളൊന്ന് ചെരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലെഗിൻ്റെ ബോണിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് നമുക്ക് കിട്ടും. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെരിച്ചെടുത്താൽ മതി. അപ്പോൾ ഗ്യാപ്പുണ്ട്, ആ ഗ്യാപ്പിൽ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ലെഗ് കട്ടായി കിട്ടും കേട്ടോ. ഇനി കൈ കട്ട് ചെയ്യുന്നതാണ്. ഷോൾഡർ ഭാഗത്തുള്ള എല്ലിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് നോക്കി കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ എളുപ്പത്തിൽ മുറിച്ചെടുക്കാം. തീരെ ബുദ്ധിമുട്ടില്ല. അങ്ങനെ എന്താ പറയുക, കുറേ പ്രാവശ്യം കട്ട് ചെയ്യേണ്ട, സിമ്പിളായിട്ട് തന്നെ മുറിച്ചെടുക്കാം. എൻ്റെ വാലിൻ്റെ പാർട്ട് എപ്പോഴും കട്ട് ചെയ്ത് കളയുക ചെയ്യാറ്. ഈ ടൈമിൽ അതിൻ്റെ സ്കിൻ കളയണമെങ്കിൽ കളയാം കേട്ടോ. വളരെ എളുപ്പമാണ് സ്കിൻ കളയാൻ, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഈ പാർട്ട് കട്ട് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, രണ്ട് വശത്ത് ഇങ്ങനെ ഓരോ വൈറ്റ് ലൈൻസ് ഉണ്ടാവും. ആ ലൈൻസ് നോക്കി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ പാർട്ടിൽ അത്ര ബലമില്ലാത്ത എല്ലാണ്. അപ്പോൾ വളരെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വലിച്ചാൽ തന്നെ അതങ്ങ് വിട്ട് വരും കേട്ടോ. ഇതാ നെക്കിൻ്റെ പാർട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അവിടത്തെയും അത്ര ബലമില്ലാത്ത എല്ലാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ അതങ്ങനെ മുറിഞ്ഞ് കിട്ടിക്കോളും. ഈ സമയത്ത് സ്കിൻ കളയാണ്. ഈ പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതും വളരെ എളുപ്പമാണ് കേട്ടോ. അതിൻ്റെ മിഡിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ ഇടയ്ക്കൊരു ചെറിയ കട്ടിങ് ഉണ്ട്. ആ കട്ടിങ്ങിൻ്റെ പാർട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് കമത്തി കിടത്തിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ആ മിഡിലുള്ള പാർട്ട് അത്ര ബലമുള്ളതൊന്നുമല്ല, മിഡിലുള്ള പാർട്ട് അങ്ങ് കട്ടായി കിട്ടും. ഇവിടെ ഗ്യാപ്പ് കണ്ടില്ലേ, ആ ഗ്യാപ്പ് നോക്കി അങ്ങ് കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്കത് ചെറിയ ചെറിയ പീസുകളാക്കി എങ്ങനെയാണ് എന്താ വെക്കാമെന്ന്, കറിയാണോ അല്ലെങ്കിൽ വേറെ ബിരിയാണി പോലെ അങ്ങനെ എന്തെങ്കിലും ആണോ, അതനുസരിച്ച് നമുക്ക് കഷ്ണങ്ങളുടെ വലിപ്പവും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് ചിക്കൻ കട്ട് ചെയ്യുന്നത്. എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ? ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.